കിളപ്പ് തുടങ്ങിയോ? നമുക്ക് ആദ്യമല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിലത്തെ ചെടികളൊക്കെ കാണിച്ചു തരാം. ചെടിയും പച്ചക്കറിയും. ഓക്കെ, ഇതാദ്യം കാണിച്ചു കൊടുപ്പിച്ചേ. ഇത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണേ. ഇത് കണ്ടോ? ഇത് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. ഇത് കണ്ടോ? ഞങ്ങളുടെ മെയ് മാസപ്പൂവിന് വട്ട് പിടിച്ച് ഉണ്ടായതാന്ന് തോന്നുന്നുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. ഓക്കെ, കുറച്ച് സൂം ചെയ്ത് നല്ല അടിപൊളിയല്ലേ? ഇത് കളിക്കില്ലടാ പട്ടിക്കുട്ടിയെ. കണ്ട ഈ അടുത്ത് എന്താ കാണിച്ചു കൊടുക്കുക? തക്കാളി കൃഷി നമ്മുടെ ലവ് ബേർഡ്സിനെ കാണിച്ചു കൊടുക്കേ. ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കി കൂടാട്ടോ. ഞാൻ സ്വന്തം ഉണ്ടാക്കിയ കൂടെ മാത്രമല്ല ഞാൻ ചിപ്പുക്കുട്ടിയുണ്ട്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ലവ് ബേർഡ്. സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ ടോമി ഭയങ്കര കഷ്ടപ്പാടാണ്. ടോമിക്ക് എന്തെങ്കിലും ഇത് കണ്ടോ? ഇത് പയർ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് എല്ലാ ഓൾട്ടർനേറ്റ് ഡേയിലും ഞങ്ങൾക്ക് ഒരു സബ്ജി ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള പയർ ഞങ്ങൾക്ക് ഇതിൽ കിട്ടും കേട്ടോ. ഇന്നലെ പറിച്ചതാണ്, പക്ഷെ ഇന്നത്തേക്ക് നല്ല പയറാണ്. ഇതിന് പറയുന്ന പേരാണ് ചേനപ്പയർ. 2 ടൈപ്പ് പയറില്ലേ, ഒന്ന് ചേനപ്പയറും ഒന്ന് വള്ളിപ്പയറും. ഇത് നമ്മൾ ഈ ഇച്ചിരി കൂടെ വലുതായി നമുക്കിതിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ടാക്കാം. ഈ ഒരു പ്രായത്തിലാണ് നമുക്കിങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് ഉപ്പേരി വെക്കാം. ഇതാണ് ഞങ്ങളുടെ തക്കാളി. കണ്ടോ? തക്കാളി നിറച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ അടുത്തൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, അത് കാണിച്ചു. ഇത് കണ്ടോ? ഇതാ ഞങ്ങളിവിടെ ബീറ്റ്റൂട്ട് നട്ടിട്ടുണ്ട്. ഇതാ ബീറ്റ്റൂട്ടാണിത്. ഇവിടെയൊക്കെ തക്കാളി ഞങ്ങൾ കുറേ പറിച്ച് കഴിഞ്ഞതാണ്. പറിച്ച് കഴിഞ്ഞിട്ടുള്ളതാണിത്. കുറേ പറിച്ചുണ്ടാക്കി കൊടുത്തു. ഭയങ്കര ഡിസ്റ്റർബാണ്. പിന്നെ ഞങ്ങൾ പച്ചക്കറിക്ക് എന്താണ് വളം ഉപയോഗിക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കാണിച്ചു കൊടുപ്പിച്ചേ. ഇതാ ഇത് കണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറപ്പം. പക്ഷെ ഇത് നമ്മളുടെ ഇത് കണ്ടോ? ഇതില് എന്ത് പൊടി വെച്ചായിരുന്നേ സ്മെല്ല് വരാണ്ടിരിക്കാൻ? അതിന്റെ പേര് കമ്പോസ്റ്റ് ഇനോക്കുലം എന്ന് പറയുന്നത്. നമ്മള് വെജിറ്റബിൾ ഒക്കെ അത് ഇതേപോലെ കമ്പോസ്റ്റ് ആക്കി വരും. സ്മെല്ലും ഉണ്ടാവൂല, നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ ഇതിന്റെ ഇതിപ്പോ വളമായിട്ട് മാറൂലേ, അത് നമുക്ക് പിന്നെ ഇനോക്കുലായിട്ട് ഉപയോഗിക്കാം. എന്താ പറിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വർഷേ വഴുതനങ്ങ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറേ വഴുതനങ്ങ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് വഴുതനങ്ങ കണ്ട് മടുത്തത് കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ ഈ 2-3 ചെടികളിൽ ഒതുക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. പച്ച വഴുതനങ്ങയാണിത്. ഇതൊക്കെ പച്ചക്കറി നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വേറെ പയർ മെയിൻ സാധനം കാണിച്ചു തരാവേ. ഞങ്ങളുടെ പപ്പായ ധരിപ്പിച്ച മൊത്തത്തിൽ. ഇതാണ് ഞങ്ങളുടെ പപ്പായ. ഇതിൽ ഞങ്ങൾ പറിച്ചിട്ടില്ല കേട്ടോ. ഇവനാണ് ഞങ്ങളുടെ ആദ്യത്തെ സന്തതി. ഇതിന് ഞങ്ങൾ പറിച്ചിട്ടില്ല. ഞങ്ങൾ തോട്ടത്തിലുള്ള പപ്പായയാണ് പറിച്ചത്. ഇത് ഞങ്ങളുടെ വീടിന് പുറകുവശത്ത് ഞങ്ങൾ നട്ടേക്കുന്നതാണ്. ഇതിനി പറിച്ചതിന് പേര് എന്താ, റെഡ് ലേഡി ആണോ അറിയില്ല അല്ലേ. ഏതാണ്ട് ഒരെണ്ണം ഞങ്ങൾ നട്ടിച്ചതാണ്. പേരൊക്കെ നട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇത് ചെറിയ പേരൊക്കെ തയ്യാണ്. ഇതിൽ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ബെഡാണിത്. ഓക്കെ, ഇവിടെ ഒരു തക്കാളി ഉണ്ട്. ഇവിടെ തുണി വെച്ചിട്ട് അങ്ങോട്ടൊക്കെ അതിലൊക്കെ നിറച്ച് കൊലയായിട്ടുണ്ടായിട്ടുണ്ട്. ഈ പൂക്കൾ കാണിച്ചു കൊടുക്കാം. ഇത് നോക്കട്ടെ. ഇതാ ഞങ്ങളുടെ ആദ്യത്തെ പയർ തീരാനായി. അത് ആ ചെടി കണ്ടില്ലേ, അതിൽ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയാൽ തീരാനായില്ല. അപ്പോൾ ഞങ്ങൾ അത് തീരുമ്പോഴത്തേക്കും അടുത്ത സെഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ പയറാണ് ഇത് കണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാവും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി മേടിക്കുകയും ചെയ്യാം.
വി ആർ ഡിസീസ് ഫ്രീ. ഓക്കെ, ഈ ചെടികളൊക്കെ ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സൂസൻ മാം തന്ന ചെടികളാണിതൊക്കെ. ഞങ്ങൾ ഇതിനൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടൊരു മുല്ലയുണ്ട്. ഈ ചെടി കണ്ടോ? ഇതാണ് ജറബറ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആണ് ഈ ജറബറ. ഇതിൽ നല്ല രസമാണ്. എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കൊക്കെ അറിയുമെന്ന്. ഇതിൽ നല്ല അടിപൊളിയായിട്ട് പൂവുണ്ടാവും. ഒരു സിംഗിൾ പൂവ് ഉണ്ടാവുക, പല കളറ്. ഇതൊക്കെ സൂസൻ മാം തന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ പയ്യന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇതൊക്കെ. ഇത് കുറച്ചും കൂടെ ഉണ്ടാവുന്നുണ്ട്. അട്ടയുള്ളൂ, പക്ഷെ ഒക്കെ പിടിച്ചു. ഞങ്ങളുടെ മുല്ലയിൽ 2 പൂ കിട്ടിയിട്ടുണ്ട്. മുട്ട് ഇതാണ് ഞങ്ങളുടെ മുള. ഇതിനകത്ത് കിളിക്കൂടുണ്ട്, കാണാൻ പറ്റൂച്ചേ? ഇതിനകത്ത് കിളിയുണ്ട് കേട്ടോ. കിളിക്കൂട് കാണിക്കണ്ട, അതിപ്പോ കിളി പോയി. പിന്നെ കിളിയുണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മളങ്ങനെ കിളി അവിടെ കൈയൊക്കെ തൊട്ടാൽ അതുങ്ങൾ പോയി പോകുന്നാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറേ ഇല്ല അതിനെ. അതുങ്ങൾ വരും പോവും. ഇപ്പോഴാണ് തൊട്ടത്. ഇതിനകത്തുണ്ട് കേട്ടോ ഒരു കിളിക്കൂട്. പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇല്ല അതിനുള്ളിലാ. നമ്മൾ തൊട്ടാല് മനുഷ്യന്മാർ തൊട്ടാൽ പിന്നെ അവർക്ക് ഇഷ്ടമില്ല, അവർ അവിടുന്ന് പോകുന്ന പറയുന്നത്. അവർ ആ ഒരു സേഫ് സോൺ ആയിട്ട് പിന്നെ കാണൂല അത്. അതുകൊണ്ട് ഞങ്ങളത് അതുങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഇതിൻ്റെ അകത്തില്ല. ഇല്ല. ഇനി എന്താ കാണിക്കണ്ടേ? ഇതവിടെ ഞങ്ങളുടെ വലിയ റോഡാ. റോഡിലേക്ക് ഉണങ്ങി പിടിച്ചെടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ കനകാമ്പരം. ഇതാണ് ഞങ്ങളുടെ ലോൺ കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇത് ഞങ്ങളുടെ ബെഡ് മാങ്കോട്രിയാണ്. ഇതിൽ ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട്. അറിയില്ല ഇതിന് പിടിക്കുമെന്ന് അറിയത്തില്ല. പിടിച്ചാ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ കിട്ടിയല്ലോ, 2 ഉണ്ടായിരുന്നു അല്ലേ? പ്രാവശ്യം ഇത് കൂടുതൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പറ്റില്ലേ? ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഇത് ഞങ്ങളുടെ പേരക്ക. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. വീഡിയോ എടുക്കുന്ന ദിവസം അതിന്റെ ഫോട്ടോസ് വേറെ ആഡ് ചെയ്താൽ മതി. അടിപൊളി ചെമ്പരത്തിയാണിത്. ഓറഞ്ച് കളറിൽ ഇങ്ങനെ പൂര ബൾബ് ഇരിക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഈ മുല്ല ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ഇവിടെ വയനാട്ടിൽ കൊണ്ടുവന്നു. ഇവിടുന്ന് ഇവൻ വലുതാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഇതിനോട് വർത്താനം പറയും, നീ ഒന്ന് പൂ തരുമോ എന്ന്. ഇപ്പം ഇവൻ പൂ തന്നു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ നല്ല മണം, ഒരു കോലൊക്കെ കുത്തിക്കുത്തി നല്ല മണമാണ്. മണക്കുമ്പോൾ അടിപൊളി സൂപ്പർ സ്മെല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ പറയേണ്ടത് ഇതൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഇതിനെയൊക്കെ പരിപാലിക്കുന്നത് ഞാൻ വലിയ ആളെ പോലെ ഓക്കെ. അതാണ് ഇസ്റ്റൈൻ്റെ ഹാർഡ് വർക്കാണ് ഇവിടെ കാണുന്ന ഈ പൂച്ചെടി, ഈ ലോണും ഈ പുല്ല്. ഇത് പേൾ ഗ്രാസ് ആണ്. ഇത് കാടല്ല കേട്ടോ. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് നട്ട് വളർത്തിയ പേൾ ഗ്രാസ് ആണിത്. പിന്നെ ഇവിടെ ഒരു തുളസിയുണ്ട്. ഇത് പയ്യന്നൂരിൽ നേരെ വീടിൻ്റെ മുമ്പിൽ ഒരു തുളസി വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയാമല്ലോ. നമുക്ക് എന്തോ പോസിറ്റീവാണെന്നൊക്കെ. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ തുളസി. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഒരു തുളസി വെക്കണം. പിന്നെ അവിടെ ഒരു തൂക്കുകളൊക്കെ എനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊക്കെ സാധിച്ചു തന്നു. തുളസി, പിന്നെ വീടിന് ചുറ്റും നിറച്ച് ചെമ്പരത്തി, ചെത്തി, ഇതൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി വരുന്ന ചെടികളാണെന്നാണ് പറയുക. അപ്പോൾ ഞാൻ അതൊക്കെ മാക്സിമം എൻ്റെ വീട്ടിലിങ്ങനെ കുറേ നട്ടിട്ടുണ്ട്. ഞാനല്ല ഇച്ചാനാണ് നട്ടത്, ഞാൻ ഇങ്ങനെ പറയും. ഓക്കെ, ഇത് വേറെ ചെമ്പരത്തി. ഇത് ഡൽഹിയിൽ നിന്ന് നമ്മൾ മേടിച്ചു അല്ലേ? ഓക്കെ. ഇത് ഒന്നും പോയിട്ടില്ല. വീഡിയോ എടുക്കുന്ന ദിവസം ഒന്നും പോയിട്ടില്ല. ഇത് റോസും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ടുള്ള കളറുള്ള ചെമ്പരത്തിയാണ്. ഇന്നലെ ഇട്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു? ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? ഇതും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ്. ഇത് വാടിപ്പോയതായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം ഒഴിച്ചത് നന്നായി. നല്ലൊരു വൈറ്റ് ചെമ്പരത്തിയാണ്. അവിടെ ഒരു മുട്ട ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാമ്പും കൂടി ഉണ്ട്. ഇതിലുണ്ടായിരുന്നു കിളിക്കൂടുണ്ടല്ലേ? ഇതിനകത്ത് വലിയ കിളിക്കൂടാണല്ലോ. സൂം ചെയ്താലും കാണാൻ പറ്റില്ല. കുട്ടികളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ പോയതാ. പിന്നെ പുതിയത് വന്നേ തോന്നുന്നു അല്ലേ?
ഉണ്ട്. നമ്മൾ തൊടാറില്ല, നമ്മൾ നിങ്ങളെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാറില്ല കേട്ടോ. അന്നൊരു ദിവസം ഒരു കിളി പറഞ്ഞു പോയായിരുന്നു, ഞാൻ കണ്ടതാണ്. ഇടുക്കിലുണ്ട്. പേടിച്ചു പോയതാണോ എനിക്കറിയില്ല. നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാറില്ല കേട്ടോ. ഇതെവിടെ ഒരു ആന്തൂര്യം? ഈ ആന്തൂര്യം കാണുന്നല്ലോ ഭംഗിയിലെ ചേച്ചി ക്ലോസ് നല്ല ഞങ്ങളുടെ ഇതാരാന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ആന്തൂരിക്കുട്ടൻ. ഇത് ഞങ്ങളുടെ കുഞ്ഞുട്ടൻ. ഇത് കുഞ്ഞുട്ടനാണ്, ഞങ്ങളുടെ പൊന്നും കൂടാണ്. ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ഓടി ഓടി കിടക്കും. ഇങ്ങനത്തെ കുട്ടാപ്പിയാണിത്. അപ്പം ഇന്ന് ഞങ്ങളുടെ ചെടികളൊക്കെ കണ്ടില്ല, ഞങ്ങൾ ഫുള്ളൊന്നും കാണിച്ചില്ല. ഞങ്ങൾ മുകളിലൊക്കെ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, അത് പിന്നെ ഒരു ദിവസം കാണിക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുട്ടി? വാ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇപ്പം എടിച്ചിട്ടേ ഉള്ളൂ, ഉറങ്ങി എടിച്ചിട്ടേ ഉള്ളൂ. അപ്പം ശരി, ബായ്. ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ ലോണൊക്കെ കാണിച്ചതില്ലേ, അപ്പോൾ ഞങ്ങൾ എന്താണെന്നറിയോ, ഞങ്ങൾക്കൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇതൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഈ ചേട്ടൻ ആർക്കിടെക്റ്റാണ്, മൊത്തത്തിൽ ഓൾറൗണ്ടറാണ്. ഇതുണ്ടോ, ഇത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളുടെ വീട്ടുപണി കഴിഞ്ഞപ്പോൾ കുറേ കല്ലൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ഐഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ആക്ച്വലി പോണ്ട് ഫ്രണ്ടിൽ വരണമായിരുന്നു, എന്നാലാണ് അതിൻ്റെ ഭംഗിയാണ്. പക്ഷേ വെയിൽ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷൊക്കെ ചത്തുപോകും. അതുകൊണ്ട് ഞങ്ങൾ ഈ തണലത്തോട്ടാക്കി ഇങ്ങോട്ടേക്കാക്കി, ഞങ്ങൾക്ക് മാത്രം ആസ്വദിക്കാൻ എന്നുള്ള രീതിയിലാക്കി വെച്ചു. അപ്പോൾ നേരത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഞങ്ങൾ എന്താ ഇത് കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു, ഇത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഫിഷിനെയൊക്കെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് കുറേ ഗപ്പി ഫിഷ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതിന് ഞങ്ങൾ മാറ്റി വെച്ചേക്കുക. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഈ മീനുകൾ തന്നെ അതിനെ തിന്നും. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി വെക്കും. ഇത് പ്രവർത്തിപ്പിച്ചില്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളിത് 24 hours ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ ഫിൽറ്റർ വെക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിന് അത് നല്ലതാണ്. പിന്നെ ഈ ഫിൽറ്റേർഡ് ഇത് കണ്ടോ, ചെറിയൊരു ഫിൽറ്റർ സൂം ചെയ്ത് അനുസരിച്ചിട്ട് ഇതിങ്ങനെ, ഇതൊരു കുഞ്ഞ് ഫിൽറ്ററാണ്. ഇത് ഫിൽറ്റർ, വെള്ളം ഫിൽറ്റർ ഇതിലൂടെ പോയിട്ട് ഇതിൽ കൂടെ ഇവിടെ ഫിൽറ്ററാവും. പിന്നെ ഇത് ഫിൽറ്റേർഡ് വാട്ടർ ഇതിൽ വരും. ഇതിലുള്ള കണ്ടൻസ് എന്തൊക്കെയായിരുന്നു എന്ന് പറയിച്ചേ? അതിൽ പിന്നെ ചിരട്ടക്കരി, പിന്നെ ഈ സ്പോഞ്ച് ഉണ്ടാവും, പിന്നെ ഇഷ്ടികി, ഓടിൻ്റെ കഷ്ണം, പിന്നെ കുറച്ച് വെള്ളം ഇറങ്ങല്ലോ. ഞാനിത് ഫിൽറ്റർ ചെയ്യുന്നത് കേട്ടോ, ഇതൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ ഫിൽറ്ററാണ്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കും അല്ലേ ചെയ്യാം. ഇതൊക്കെ ഞങ്ങളിന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇടാൻ പോകുന്നത്. വീഡിയോ എടുത്തോട്ടെ, ഇത്ര മതിയല്ലേ ചാ? അത്ര വേണ്ട, അതിൻ്റെ കുറച്ച് മതി, ഒരു പിടി മതി, ചെറിയ പിടി കാണിക്ക്. ആ കേട്ടോ, കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? അതാ ഈ സാധനം എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇതാണ് ഞങ്ങൾ ഇടുന്നത്, ഇതിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. കേട്ടോ, ചെതറിട്ടോ. അല്ല, അതിന് പ്രതിരോധ ശക്തി ഒക്കെ ഉണ്ട്, രോഗപ്രതിരോധ ആന്റിബയോട്ടിക് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. ഇത് ഫിഷിന് ആന്റിബയോട്ടിക് ആയിട്ട് ഇതാക്കുന്നതാണ്. പിന്നെ എന്താ, നിങ്ങളുടെ ടാങ്ക് ഇഷ്ടമായോ? പിന്നെ വേറെന്താ പറയാനുള്ളത്? ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ ആളിവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്. എന്താ മുളൂട്ടി ഓരോരോ ഫിഷ് കുട്ടികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്തായില്ലേ, ഞങ്ങളിത് ബക്കറ്റിലേക്ക് മാറ്റി വെക്കുന്നത് പറഞ്ഞല്ലോ. ഈ ഫിഷ് തന്നെ ഇതിനെടുത്തിട്ട് കഴിക്കും. പിന്നെ ഇതവിടെ ഒരു ആമക്കുട്ടനുണ്ട്, ഇവിടെ 3 അരയന്നുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഡൽഹി ഗാസിയാബാദിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഈ ഫിഷ് ടാങ്ക് പറയാൻ എന്താ വെച്ചാൽ നീറ്റല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ലീനിങ് ഡേ ആയപ്പോൾ ഫുള്ളി നിന്റെ വ്ളോഗ് കണ്ടുകൊണ്ട് ഉറങ്ങി ഒരാൾ, എൻ്റെ വ്ളോഗ് കേട്ട് ബോറടിച്ച ഒരാൾ ഉറങ്ങിപ്പോയി. അയ്യോ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണോ ഉറങ്ങിയത്? ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരും, അടുത്തിങ്ങനെ ഇരിക്കണം. എന്നോടാണ് ഇവന് സ്നേഹം കൂടുതലുണ്ട്, എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കൂലേ. ഞാനെങ്ങനെ കിച്ചണിലോട്ടൊക്കെ പോയാൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഫിൽറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടോ? വേറെ വീഡിയോ എടുക്കാം, വേറെ വീഡിയോയിൽ പറയാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ വെള്ളാരം കല്ല് കാണിച്ചു കൊടുത്തേ, ഇതൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഡൽഹി പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ ഇതൊക്കെ സംഭവമുണ്ട്. അവിടുന്ന് കുറേ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നു, അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പം ആ മീൻകുട്ടികളൊക്കെ സന്ധ്യ കാണിച്ചു കൊടുത്തിട്ട് കൊളിച്ചു കൂട്ടുണ്ടായിരുന്നു. ഫോട്ടോ കൂട്ടിയപ്പോൾ കലങ്ങി പോയല്ലോ.
കാണുന്നുണ്ടോ? മോട്ടർ ഓഫ് ആക്കിയതിന് ശേഷം നെല്ലെടുക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ, ഈ ചെറിയ വീഡിയോ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ